അസ്സലാമു അലൈക്കും, നമസ്കാരം. മജീദാണ്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് കാര്യം പറയാനാണ് വീഡിയോസിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നേ ഇന്ന് മൂന്നാമത്തെ നോമ്പാണ്. ഈ ഭൂമിയിലത്തെ എല്ലാ ആൾക്കാരെയും പടച്ചോന് ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. ആരെയും കടത്തിലുണ്ടെങ്കിൽ വെച്ചാൽ കടം വീട്ടാൽ മാർഗം പടച്ചോന് കൊടുക്കട്ടെ. കാരണം ഇപ്പോൾ ആ വെഞ്ഞാറ് മോഡിൽ ഒരു വീട്ടിലത്തെ കൊലപാതകം കണ്ടില്ലേ, അത് കടം ഉണ്ടായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ കാരണം. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ വെച്ചാൽ പണിയാരി പോയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ മഗ്‌രിബിക്ക് ബാങ്ക് കൊടുത്തിട്ട് നോമ്പ് തുറന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാനവിടെ കടന്നുറങ്ങിയിട്ട് ഇന്ന് പെലച്ചക്കാട് ഞാൻ നീക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലെ ഇശാ നിസ്കാരം ഇന്നലെ നഷ്ടപ്പെട്ടു. അതിന്ന് ഞാൻ സുബൈക്കാണ് കലാഹ് വീട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും മൂല്യന്മാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നലെ ഇശാ നിസ്കാരം കലാഹിക്കണ്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ നോമ്പ് ശരിയാകുമോ? ഇതൊരു വെച്ചാൽ മൂല്യന്മാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുള്ളൂ. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ, നമ്മളെ കേരളത്തിൽ 4 കോടി ജനങ്ങളുണ്ട്. ഇതേ തമാശ അറിയില്ല, 4 കോടി ജനങ്ങളുണ്ട്. ഈ കാര്യം പറയുമ്പോൾ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെക്കാരും കൂടുതലും. എന്നാലും ഞാൻ പറയുകയാണ്, 4 കോടി ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ പ്രായമുള്ള ആൾക്കാരും കുട്ടികളൊക്കെ വെച്ചാൽ കഴിച്ചാലും ബാക്കി 1.5 കോടി ജനങ്ങൾ. ഈ 1.5 കോടി ജനങ്ങൾ വിചാരിച്ചാൽ നമ്മളെ നാട്ടിൽ ആരെങ്കിലും കടത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കടല്ല, വലിയ കടത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ സൗകര്യമുണ്ട്. നമ്മൾ ₹1 അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താൽ മതി. എങ്ങനെ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ₹1 അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 കോടി ജനങ്ങൾ വെച്ചാൽ മെനക്കെട്ട് കഴിഞ്ഞാൽ എത്ര രൂപയായി? 1.5 കോടി രൂപയായി അല്ലേ? അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിച്ച് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ വലിയ കടത്തിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് രക്ഷിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കൊലപാതകമൊക്കെ നമുക്ക് കമ്മിയാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയും. പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ, ഈ 7 മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ഓരോ രക്ഷിതാക്കളും നമ്മൾ ശ്രദ്ധിക്കുക. അവർ സ്കൂളിൽ പോകുമ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴും നമ്മൾ അവരുടെ ബാഗ് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ അവരോട് നമ്മൾ നമ്മളെ തുണക്കാരന്മാരോട് സൗഹൃദം പങ്കുവെക്കണ മാതിരി അവരോട് നമ്മൾ സൗഹൃദം പങ്കുവെക്കുക. നമ്മളൊക്കെ എങ്ങോട്ടേലും പോകണ വഴിക്ക് അവരെയും നമ്മൾ അവരെയും നമ്മൾ ഒപ്പം കൊണ്ടുപോകുക. എന്നുവെച്ചാൽ ഒരു സുഹൃത്തിൻ്റെ മാതിരി നമ്മുടെ മക്കളെ നമ്മൾ കരുതുകയാണ് വെച്ചാൽ അവർ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ നമ്മളോട് ആ സംഗതികൾ നമ്മളോട് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഒരു പരിധി വരെ നല്ല രീതിയിൽ നമുക്ക് വളർത്താം. പരിധി വരെ എന്നല്ല, നല്ല രീതിയിൽ നമുക്ക് അവരെ നമുക്ക് വളർത്താൻ കഴിയും. ഇതാണ് തമാശ അറിയില്ല. എന്നുവെച്ചാൽ ഇന്ന് മൂന്നാമത്തെ നോമ്പാണ്. ഈ മൂന്നാമത്തെ ഈ നോമ്പിൽ ഞാൻ തമാശ പറയല്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ഒരു കാര്യം കൂടി പറയാൻ മറന്നു. പണികളുണ്ടെങ്കിൽ പടവോ തേപ്പോ അങ്ങനെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എൻ്റെ വീഡിയോസിൻ്റെ ലാസ്റ്റ് എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ രേഖപ്പെടുത്തിയിരിക്കണേ. ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഓക്കെ.